അവള് ബസ് കാത്തിക്കേനി സ്കൂൾക്ക് പോകാൻ നിൽക്കേനി. അപ്പോഴാണ് ഫസ്റ്റ് കാണുന്നത്. ആ ടൈം ആകുമ്പോൾ അതിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ വന്ന് ഷാജിക്കാക്കൻ്റെ പീടികയിൽ നിൽക്കും. ഓളെ വൈത്താലെ കൂടിങ്ങാണ്ട് ഓട് പറഞ്ഞ് ഇഷ്ടമാണ് പറഞ്ഞാൽ ബറച്ച് കാണ്ട ഞാൻ പറയുന്നു. അങ്ങനെ ഒരാഴ്ചയിൽ 6 ദിവസം പണിക്കോണം. ഞാൻ 3 ദിവസമായി ഉറക്ക ക്ഷീണം കൊണ്ട്. ഞാൻ എവിടെ ചെല്ലണോ അവിടെ ഉണ്ടാവും. ഞാൻ അറിയില്ല കേട്ടോ. ദിവസം എപ്പോഴും ഒരു മണിക്കൂറെങ്കിലും വർത്താനം പറയണം. കൊറേ ഇടങ്ങാറാക്കി. കാരണം ഈ ഒരു കാരണത്താൽ കേട്ടോ. ഇമ്മ അങ്ങനെ ഇടങ്ങാറാക്കണ ആളൊന്നല്ല. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ എന്നോട് പറയട്ടെ. കുഞ്ഞമ്മ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറയട്ടെ. പക്ഷെ രണ്ടാളും കണ്ട രണ്ടാൾ അമ്മത്ത് പറയില്ല വേണ്ടാന്ന്. കിട്ടിയതാണ് ഈ മുത്തിനെ ടച്ച്. ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനാ വന്നത് വെച്ചാല് എല്ലാരും പറയുന്നുണ്ട് കൊറേ കാലായിട്ട് അല്ലേ, എന്ത് നമ്മള് ലവ് സ്റ്റോറി ഇടാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് അതിന് ഒരുങ്ങി കെട്ടി വന്നിരിക്കാണ് ഇപ്പൊ നിങ്ങളെ മുന്നില്. അപ്പൊ കുഞ്ഞുമാന് മടിയേനി. കുഞ്ഞുമാന് മടിയായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ടൈം എടുത്തേ. അതാണ് കുറച്ച് ഡിസ്റ്റൻസ് ആയത്. അപ്പൊ എന്താ എവിടുന്നാ തുടങ്ങണ്? നിങ്ങള് തുടങ്ങണോ ഞാൻ തുടങ്ങണോ? തുടങ്ങിക്കോ. നിങ്ങള് തുടങ്ങി. നിങ്ങളല്ലേ എന്നെ കണ്ടത്. നമ്മളിപ്പോ എത്ര കാലത്തെ പ്രണയിനി? നമ്മള് ഒരു 3 കൊല്ലം കഴിഞ്ഞേക്കിന് 3.5 കൊല്ലൊക്കെ ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞു. പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം. അങ്ങനെയൊക്കെ പ്രണയ വിവാഹമാണ്. ഇവിടെ അടുത്തേക്ക് തന്നെയാണ്. രണ്ടാളെ പേരെയും ഒരങ്ങാടിയാണ്, ഒരു മഹല്ലാണ്, ഒരു റേഷൻ കടയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കിട്ടിയത് ഭാഗ്യാണ്. നമ്മളെ ഉമ്മാന്റെ ഇപ്പാന്റെ അടുത്തേക്ക് എപ്പോഴും പോകാനും വരാനും പറ്റും. നമ്മളെ നാടായോണ്ട് തന്നെ ബസ് ഇറങ്ങി പോണതും വരുന്നതും നമ്മൾ സ്കൂളിൽ പഠിച്ച കാലൊക്കെ ഓർമ്മകളായിട്ട് നമുക്ക് കാണാനിരിക്കാനും എന്നും മരുന്ന് വരെ നമുക്ക് അങ്ങനെ സാധിച്ചു എന്നാണ് ഈ ഒരു കല്യാണം കൊണ്ട് ഇച്ച ഏറ്റവും വലിയ സന്തോഷം അല്ലേ? നിങ്ങൾക്കോ? അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് അളിയാക്ക താത്താനെ കണ്ടത് എവിടുന്നാ? ഞാൻ കണ്ടത് ചാത്തമുണ്ട. ഞമ്മള് ബസ് കാത്തിക്കേനി സ്കൂൾക്ക് പോകാൻ നിൽക്കേനി. അപ്പോഴാണ് ഫസ്റ്റ് കാണുന്നത്. അന്ന് വില വീട് അറിയ ഞങ്ങൾ ചാത്തമുണ്ട കുറച്ച് ഉള്ളിക്ക് പോണം. ഇവല് അന്ന് അറിയണ ഉദിരകുളം ആ ഭാഗത്തല്ലേ ഫസ്റ്റ് പേര? ഉദിരകുളത്തല്ല, സുൽത്താൻപടിക്കാണ്. സുൽത്താൻപടി. ഇപ്പൊ നമ്മള് പീപ്പിൾസ് വില്ലേജിന്റെ അവിടെ നിക്കണ കുറച്ച് താഴത്തേനി. അപ്പൊ പറഞ്ഞോളി, ഫസ്റ്റ് എങ്ങനെ എന്നെ കണ്ടു പറ്റിയത്? ഫസ്റ്റ് സുൽത്താൻപടിക്ക് അല്ല ചാത്തമുണ്ടെന്നാണ് എന്നെ കാണുന്നത്. അപ്പൊ കണ്ടപ്പോ എങ്ങനെ സ്കൂള് പഠിച്ചണ കാലാട്ടോ. ഇന്ന് രാവിലെ 9ലേറ്റാണ് പഠിക്കണോ. അപ്പൊ ഇന്ന് അവിടെ കോഴി അയിങ്ങാണ്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 9 കാണുന്നുണ്ട്. 9 എന്നെ കാണലുണ്ട് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് മുതലാണ് കാണൽ തുടങ്ങിയത്. പിന്നെ ഞാൻ അരീക്കോട് എനിക്ക് വർക്ക്. അപ്പൊ ഇവിടെ 15 ദിവസം നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ ഇവിടെ കാണാനായിട്ട് ഞാൻ വരും. അപ്പൊ രാവിലെ ഇപ്പൊ എന്താണ് 8 ടൈം ഉണ്ട്. ഏത് ചാലിയാറോ ഏതോ ബസ്സാണ് ആ ടൈം. ഇപ്പൊ ഓർമ്മ കിട്ടണില്ല ശരിക്കിന്. ആ ടൈം ആകുമ്പോൾ അതിന്റെ മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ ഞാൻ വന്ന് ഷാജിക്കാക്കന്റെ പീടികയിൽ ഹാജരായി നിൽക്കും. അവിടെ നിൽക്കും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി വെച്ചപ്പോ എന്താ വരാത്ത വെച്ചിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ അങ്ങനെ ആടിപ്പാടി ഇങ്ങനെ വരുന്നതാണ് അവള്. പിന്നെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ഓള് ആദ്യം നോക്കൂലേനി. ഒരു കൊല്ലം വരെ നോക്കൂലേനി. 9ാം ക്ലാസ്സിനൊന്നും എനിക്ക് അറിയാനില്ല കേട്ടോ. ഞാൻ ഓൾക്ക് ഇഷ്ടാണെന്ന് പറയാൻ താഴത്ത് നടന്നു പോയി, അല്ല ബൈക്കിന് പോയി കണ്ട് നിർത്തി. പിന്നെ അവിടെ നടന്ന് ഓളെ വൈത്താലെ കൂടിങ്ങാണ്ട് ഓട് പറഞ്ഞ് ഇഷ്ടാണ് പറഞ്ഞാൽ ബറച്ച് കാണ്ട ഞാൻ പറയുന്നു. അതൊക്കെ ഓർമ്മല്ലേ? നെട്ടി ബറച്ച് കാണ്ട പറഞ്ഞു. ഞാൻ ഒന്നും മുണ്ടാതെ ഞാൻ നടന്നു പോയി. ഓള് മുണ്ടാതെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു മൗനം സമ്മതമായിരിക്കും. അന്നേ നമ്മള് നിലത്ത് നോക്കി നടക്കുന്ന ടീമാട്ടോ. ഇച്ച് പേടി ബറച്ചിട്ടേ എന്താ പറയാൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഇഷ്ടാണ് അത് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് പേടി. ഞാൻ മൗനം സമ്മതമായിരിക്കൂല. അതിനൊന്നും ഞാൻ മറുപടി അറിഞ്ഞിട്ടില്ല. പിന്നെ എന്നും ഉണ്ടാകും ഇത് അങ്ങാടിയില് ബസ് സ്റ്റോപ്പിന്റെ അതൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാട്ടോ. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇഷ്ടാണെന്ന് ഞാൻ പറയണത്. അതുവരെ
ഞാൻ ഒപ്പം ഇങ്ങനെ നോക്കുക അന്നും അങ്ങാടിയിലുണ്ടാവും. നോക്കുക. അതേമാതിരി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ 3:30 ആകുമ്പോ പൂത്തലേക്ക് പോവാ. അവിടെ 4:30 സ്കൂൾ. 4:30 പൂത്തലേക്ക് പോവാ. 4:15 ആകുമ്പോ പോവും. 4:15 പോയിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഓള് ബസ് കയറി വരുന്ന വരെ ഓളൊപ്പം നിന്ന് ബസിന്റെ മൂട്ടില് ഞാൻ ബൈക്കിൽ ഇങ്ങനെ വരും. പിന്നെ ചാത്തുകുളം നേരെ കീഴ്പെട്ടിട്ട് ഞാൻ ബസ്സിൽ പോരുമ്പോ കാണാൻ അങ്ങാടിത്തോല് ഫുള്ള് ഫ്ലാഷേന്. രണ്ടും സ്വന്തം അങ്ങാടിയല്ലേ. അങ്ങനെ അന്ന് 2-3 കൂട്ടുകാരന്മാർക്ക് ഇതേപോലെ നമ്മളെ അയലക്കാരെ അങ്ങനെ ഉണ്ടായിനി. ആ ടൈമിലൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രണയം പറഞ്ഞ യാതൊരു വിധത്തിലുള്ളൊരു അന്നൊക്കെ ഞങ്ങളുടെ കയ്യില് ഫോണ് ചെറിയൊരു ഫോൺ, സ്വിച്ച് ഫോണാണ്. ഇന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ കൂടി മെസ്സേജ് വിടുക. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പൊ അന്ന് അങ്ങനെ സ്നേഹമൊക്കെ ആയി. പിന്നെ അത് അന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടാന്ന്. പിന്നെ ഇഷ്ടാന്ന് പറയാൻ കാരണം കുഞ്ഞുമാന്റെ കൂട്ടുകാരുണ്ട് അവിടെ പോത്തല് പഠിച്ചിന്. അങ്ങനെ എന്റെ കൂട്ടുകാരത്തിന്റെ മുണ്ടേരി ഓല് 2 മുണ്ടേരിയില്ല ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയോ കുഞ്ഞുമാനോട് പറഞ്ഞു ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്, കൂട്ടുകാരത്തിന്റെ പേരേക്ക് മുണ്ടേരിക്ക് ചെല്ലുണ്ട് പറഞ്ഞു. അങ്ങനെ നിങ്ങള് കൂട്ടുകാരന്റെ പേരെന്താ? ഷെമീം. ഓലെ മുഖാന്തരം ഞാൻ അവിടെ എത്തുമ്പോത്തിന് ഇബല അവിടെ എത്തിക്കണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ നേരെ ഫർഷാനാന്ന് എന്റെ കൂട്ടുകാരത്തെ പേര്. ഓളൊപ്പം ബലും നിക്കണുണ്ട്. അങ്ങനെ പെട്ടുപോയതാണ് ഞാന് സത്യം പറഞ്ഞാൽ. ഇല്ല അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ഓള് ഫോൺ നമ്പറൊക്കെ കൊടുത്തങ്ങാണ്ട് അപ്പൊ തന്നെ എന്റെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ച്. അന്ന് എന്റെ കയ്യില് ഫോൺ ഉമ്മ എന്നെ ഒറ്റക്ക് പറഞ്ഞേക്കല്ലേ, ഫോണൊക്കെ പെൺകുട്ടികളല്ലേ, ഫോണൊക്കെ തന്ന് വിട്ടിനി, സ്വിച്ച് ഫോണേനി അന്ന്. അപ്പൊ തന്നെ എനിക്ക് കോളൊക്കെ ചെയ്ത് നമ്പറൊക്കെ കറക്റ്റ് അല്ലേ നോക്കി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അങ്ങനെയാണ് സംഭവം. എനിക്കും അങ്ങോട്ട് ഒരു ചെറിയ സിം എടുത്തന്നില്ലേ? അന്ന് തന്നെ എടുത്തന്നെ. അന്നല്ല പിന്നെ അങ്ങനെ മെസ്സേജും കാര്യമൊക്കെ ആ ഫോണൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങിയപ്പോ നമുക്കും ചെറിയൊരു ഇഷ്ടം അങ്ങോട്ടും തോന്നി. അത് വരെ എനിക്ക് യാതൊരു ഇതുമില്ല ഇനി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ പതിവായി കാണാണ്. ബസ് സ്റ്റോപ്പിലും സ്കൂളിലും അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് കാണാണ്. പിന്നെ മാല കൊടുത്തയക്കുക കൂട്ടുകാരികളെ. നമ്മളൊക്കെ ഫോൺ വിളി രാവിലെ രാത്രി ഫോൺ വിളിച്ചാണ്ട് നേരം പൊളിക്കോളം ഫോൺ വിളി നമ്മള് അല്ലേ? ഫോൺ വിളിയൊക്കെ ഉണ്ട്. രാവിലെ വരെ സ്വിച്ച് ഫോണാണ്. കടന്ന് വിചാരിച്ചാല് ഇമ്മ, ഞാന്, ഷെഫീക്ക്, താത്തോക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാരും കേൾക്കാതെ വർത്താനം പറയും. അത് അന്നുള്ള അതൊക്കെ ആ സാഹചര്യത്തിൽ നമുക്ക് രാവിലെ വരെ വിളിച്ചിട്ട് രാവിലെ പണിക്കോണ് ഞാൻ ഉറക്കം തൂങ്ങിക്കാണ്ട് ഞാൻ പണിക്കുക. അങ്ങനെ ഒരാഴ്ചയില് 6 ദിവസം പണിക്കോണ് ഞാൻ 3 ദിവസമായി ഉറക്ക ക്ഷീണം കൊണ്ട്. അന്ന് പൈസ എത്ര വേണം ഫോണിൽ കേറ്റാനില്ല? പൈസ കയറ്റാന് 110 ഉറുപ്പ്യന്റെ ഒരു ദിവസം കയറ്റാന്. ഒരു ദിവസം ആകുമ്പോ കഴിയും 12 മണി. അന്ന് ഷംനിയും ഷെഫീഖൊക്കെ ചെറുതാ, 5 വയസ്സ്. ഓൾക്ക് 4 വയസ്സോ? 5 വയസ്സ്. സീനുവിന് 5ാം ക്ലാസ്സിലാ. 5ാം ക്ലാസ്. സീനു ചെറുതാണ്. ഓനും എന്റെ മൂത്താണല്ലേ. ഓനക്ക് കൊറേ മുട്ടായി മേടിച്ചു കൊടുത്തിക്കണേ മദ്രസ പഠിച്ചുമ്പോഴൊക്കെ. എന്തിനറിയോ? ഇവളോട് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിട്ട്, പെരിയെ പോയി പറയാൻ വേണ്ടിട്ട്. ഓ മദ്രസയിലേനി ഒന്ന്. അങ്ങനെയൊക്കെ അന്നത്തെ കാലം എങ്ങനെയാണല്ലോ. എന്താലേ, അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഞങ്ങള് സ്നേഹിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. പിന്നെ ഇപ്പൊ എങ്ങനെയാ നമ്മളെ പിടിച്ചത്? അരീക്കോടുന്നല്ല. അങ്ങനെ ഞങ്ങള് അരീക്കോടക്ക് വിരുന്ന് പോകും, അമ്മായിന്റെ കൊടുക്ക്. അതേപോലെ വണ്ടൂർക്ക് വിരുന്ന് പോകും. അവിടക്കൊക്കെ പോകുമ്പോൾ ഇതടക്കം അങ്ങോട്ട് വരും. ഷംനക്കറിയില്ലേ? അവിടുന്ന് പിടിച്ചിക്കണ്. ഓള് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അറിയും. എങ്ങനെയാ അറിയും? അപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഡോക്ടർ ഉണ്ട്, ഗംഗാധരൻ ഡോക്ടർ. വൈകുന്നേരം നീര് വെച്ച് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അറിയും. ഞാൻ കടിയിലുണ്ടാവും എപ്പോഴും. അപ്പൊ ഞാൻ അപ്പൊ ബേക്ക് കൂടെ പോകും. അപ്പൊ ഓളെ അമ്മക്ക് ഡെയിലി കാണുന്നതാണ്. ഞാൻ എവിടെ ചെല്ലണം അവിടെ ഉണ്ടാവും. ഞാൻ അറിയില്ല കേട്ടോ. ഞാനറിയില്ല. പക്ഷെ ആളവിടെ ഉണ്ടാവും കേട്ടോ. അല്ലേ പരിപാടി പറയും. ഇതെങ്ങനെയാണ് വണ്ടൂരൊക്കെ അളിയാക്ക എങ്ങനെ എത്തല്, നിങ്ങളെങ്ങനെ കാണല് പറയും. അന്ന് പിന്നെ ഫോൺ അമ്മായിന്റെ ഫോണിലൊക്കെ, ഏത് ഫോണിലും ഉമ്മാന്റെ ഫോണിലായാലും ഞാൻ എന്റെ കൂട്ടുകാരത്തിന്റെ പേര് എഴുതി. കരുവാരുണ്ട് 9-9:30 10 മണിന്റെ ഉള്ളിൽ കല്യാണ പെരീന്ന് അന്ന് വന്നു. 10 മണി വരണ്ടായിരുന്നാലും വന്ന് കണ്ടു പോകുകയാണ്. 10 മണി 9:30 ആയപ്പോ വന്ന് കല്യാണ പേരിന്. അങ്ങനത്തെ ഒരു സൈക്കിനി വിരുന്നിറക്കാൻ പോയി അവിടെയും വരും കാണാന്. എന്നിട്ട് ഓളെ എങ്ങനെ കാണാൻ പോകാന്ന് വിചാരിച്ചാല് മൂത്തമ്മാനെ കുട്ടികളുണ്ട് ഒക്കെ ഓളെ തരായാണ്. ഞാൻ ചെറുതക്കാരം ഞങ്ങള് സാറ്റ് കളിച്ചാർന്നെങ്ങാണ്ട് പായും.
അതിന്റെ ഇടയിൽ ഇത് അവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുമ്പോ ഒന്ന് കാണാലോ വിചാരിച്ച് കണ്ടുപോകും. എന്നിട്ട് അയറ്റാക്കും മുട്ടായി. ഫോട്ടോ ഇതാക്കിയില്ലേ? ആ അതല്ല, ഇത് എങ്ങനെ കണ്ടു പോയിക്കോട്ടെ ചോദിച്ചപ്പോ പേടിച്ച് പറിച്ച് നിക്കണം. ഞാൻ അയറ്റാക്കൊക്കെ പിടിച്ച് മുട്ടായി വാങ്ങിക്കൊടുത്ത് ആകെ ഫ്ലാഷ് ആക്കിച്ച്. സിറാജിനും ഇവർക്കൊക്കെ മഞ്ജു വാങ്ങിക്കൊടുത്തോണ്ട് ആകെ സിറാജിന്റെ കാവിൽ നിർത്തിക്കണ ആരെങ്കിലും വരുവാണെങ്കിൽ പറയാറുണ്ട് മൂത്തമ്മാന്റെ കുട്ടീനെ. വലിയ മനസ്സിലായി. ഓരൊക്കെ പെണ്ണിട്ടിട്ടപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ ഇനി അന്ന് കാര്യം. പിന്നെ എങ്ങനെ പിടിച്ചു വെച്ചാല് ഫോണുണ്ട് വൈബ്രേഷൻ അടിച്ചില്ലടി അൽമാരിന്ന്. അതിന് മുന്നേ എന്താ അമ്മായിനെ ഉണ്ടാക്കാൻ പോയപ്പോഴല്ല എന്നെ കുറിച്ച് അതങ്ങനെ പിടിച്ചു. അതിന്റെ മുന്നേ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ? അന്നാ എന്റെ ഫോൺ തന്നിട്ടാണ്. അതിന് മുന്നേ എനിക്ക് ഫോൺ തരുന്നത്. ആ നമ്മളെ തറവാട്ടത്തെ അമ്മായി ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പൊ അഫ്സൽ ഫാമിലി തമ്മ ഞങ്ങളൊക്കെ തറവാട്ടിലാട്ടോ. ആ തറവാട്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഞങ്ങളെ പേര് അതല്ലേ ഇനിയോ. അപ്പൊ അന്ന് സ്നേഹിച്ചിരുന്നപ്പോ ഞങ്ങള് ഇത് സംഭവം പിടിച്ചത് എങ്ങനെയെന്ന് വെച്ചാല് അമ്മായി ഗൾഫിൽ നിന്ന് വരിക, തറവാട്ടത്തെ അമ്മായി ഫസൽ ഫാമിലിത്തെ അമ്മായി. ഞങ്ങളൊക്കെ തറവാട്ടിൽ കഴിഞ്ഞാൽ അന്ന് നിന്നീന്. അന്ന് ഇമ്മി എല്ലാരും കൊണ്ടുവരാൻ പോയിക്ക. ഞാൻ സ്കൂളിൽ പോയിക്കറ്റിയാണ്. ഞാനും ഇവലൊക്കെ ഇജ്ജ് പോയിനി അമ്മായിനെ കൊണ്ടുവരാന്? ഓർമ്മല്ല. അപ്പൊ ഞാൻ എന്തോന്ന് പോയിട്ടില്ല തോന്നുന്നു കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഇക്കാരം. അപ്പൊ ഇവല് വന്നപ്പോ അതുണ്ട് അനക്ക് വെച്ചിക്കണ അപ്പൊ എന്തിച്ചറിയില്ലല്ലോ. ഈ സാധനത്തിനോട് 3 മിസ് കോൾ അടുപ്പിച്ച് വിട്ടാലേ ഇങ്ങോട്ട് വിളിച്ചാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു. ഇതെന്താ അർജന്റാണ്. ഇത് അങ്ങോട്ട് വിളിച്ചാകെ കോളായിങ്ങാണ്ട് ബല് വരുന്ന നിച്ചറിയില്ല. ദിവസം എപ്പോഴും 1 മണിക്കൂറെങ്കിലും വർത്താനം പറയണം ദിവസം. അതെങ്ങനെയും ഒക്കെ ആയിട്ട് അത് അമ്മായിനെ കൊണ്ടുവരാൻ പോയിക്കാണ്. ഇത്ര വൈകുന്നേരം ഒരു 2 മിനിറ്റ് ആയാലും മതി. ദിവസം വിളിച്ചണം. അത്ര ഉള്ളു. ഏതായാലും അന്ന് പിടിച്ചു നല്ലോ കിട്ടിപ്പാന്റെ കജ്ജിന്ന് വറകെട്ടിങ് കൊണ്ട് അന്ന് നമ്മളെ റബ്ബർ തോട്ടത്ത് അവിടെയുള്ള പെര ഇത്ര മുട്ടി കൊണ്ട് വറകിന്റെ എന്താ അടുപ്പിന്റെ വീതന്റെ ചൂടുന്ന് എടുത്തുകൊണ്ട് അടിച്ചിട്ട് സമനൊക്കെ ഇപ്പാന്റെ അതതിനടിറ്റിയെ ഇതിന് കാട്ടിക്കണേ. നിശ്ചയം കഴിഞ്ഞിട്ട് ഞങ്ങള് ടൂർ പോയതോ അതിനാണ് കാട്ടിട്ട് നല്ലോ അടിയിട്ടിക്കണ്. അപ്പൊ അന്ന് ഇതേപോലെ നല്ലോ അടി കിട്ടി. ഇപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തുനിന്നും ഒക്കെ നല്ലോ അടിയിട്ടി. അതിൽ ഉമ്മമ്മ എന്നോട് പറയാ, വെല്ലിമ്മേ ജിന്നോട് പറഞ്ഞോണ്ടാ അനക്കോനെ ഇഷ്ടാണോ സത്യം പറയാ എവിടെ ഓന്റെ പേരാ. അപ്പൊ നിങ്ങൾ ആരോടേലും പറയും. ഞാൻ ആരോട് പറയില്ല. ഉമ്മമ്മ സോപ്പ് ഇട്ടിങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറയിച്ചിങ്ങാണ്ട് വെല്ലാം അവിടെ പോയി പറഞ്ഞു കൊടുത്തിക്ക. അപ്പൊ ഞാൻ വെച്ച് മനസ്സിലായി ഇമ്മ ആള് ശരിയില്ല. പിന്നെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ല അങ്ങനെയൊക്കെ അന്ന് പ്രശ്നമായി, കച്ചറ ഉണ്ടായി. ഇനി ഞാൻ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പിന്നെയും ഞങ്ങൾ നിർത്തിയിട്ടില്ലേ. പിന്നെ നേരം പോലത്തെ അതിന്റെ മുഖം കാണല്ലേ, അവിടെ വന്ന് നിൽക്കല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഒഴിവാകാന്നൊക്കെ കൊറേ ഞാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതൊരു ഫോണ് തന്നു. ഫോൺ നിങ്ങൾ തന്നത് തന്നെയല്ലേ? ഒരു ചെറിയ ഫോണ് തന്നീനിച്ച്, സിമ്മൊക്കെ എടുത്ത് തന്നീനി. എന്നിട്ട് ഞാൻ എന്താ ഫോൺ അവിടുത്തെ നമ്മളെ പെരീത്തെ ഫോണാണ്, പഴയ ഫോണ്. അത് എന്തോ ചെറിയ കംപ്ലൈന്റ് ഉള്ളു, ഡിസ്പ്ലേ എന്തോ കാണൂല, അങ്ങനെ എന്തോ കംപ്ലൈന്റ് അൽമാരിന്റെ ഉള്ളിലേനി. അതൊക്കെ ഞാൻ തപ്പി പിടിച്ചിങ്ങാണ്ട് സിമ്മ് കുന്മാൻ തന്നിക്കണ്. ആ സിമ്മൊക്കെ ഇട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യിച്ചു. കോളിങ് മാത്രം പറ്റുള്ളൂ. ഏതോ കോൾ ചെയ്താൽ കിട്ടും. അപ്പൊ ഒരു ദിവസം ചോറുന്നാൻ വേണ്ടി ഞാൻ അൽമാരി എടുത്ത് പോയേക്കുള്ളൂ. കാരണം അയക്ക് വിളിച്ച അൽമാരിന്റെ തുണിയാളിന്റെ ഉള്ളില് പൂത്തി വെക്കും, എന്റെ തുണിയാളിന്റെ ഉള്ളില്. അപ്പൊ കോൾ ചെയ്താല് അവിടെ നിർത്ത് വർത്താനം പറയാനേ. വൈബ്രേഷൻ ഇരിക്കുന്ന ടൈം ഓൾ എന്താട്ടോ അലമാര ചാരി കാല് മടക്കിയിരിക്കും. ഒരു ദിവസം ഞാൻ തല്ലൂടി ഞാൻ അവിടെ പോയി ഇരുന്നു. അപ്പൊ ഓൾ ഇരുന്നപ്പോ ഇങ്ങനെ വൈബ്രേഷനായി മൂളണ അലമാര പെരും തരിപ്പ്. ഇമ്മ ഇവിടെ എന്തമ്മ ഈ അലമാര തരിച്ചു, ഇവിടെ എന്താ പ്രേതം ഉണ്ടായിരുന്നാണ്ട് ഓല് വന്നു നോക്കി. അതാണല്ലോ കജ്ജിട്ട ഒരു ഉള്ളുക്ക് കജ്ജിട്ട ഒരു ഗുഹ മാതിരി ആക്കി വെച്ചിക്കണ എളുപ്പടുത്ത് കിട്ടാനേ. ഓലയില് വന്ന് കജ്ജിട്ടു, സാധനം കിട്ടി, പിടിച്ചു അല്ലേ? അന്നും കിട്ടിയില്ല അടി. അന്ന് കൊറേ അടി ഇട്ടിച്ച ഓർമ്മല്ല, കൊറേ ചീത്തട്ടി. ഇമ്മ അങ്ങനെ ഇങ്ങനെ ചീത്ത അറിയാത്ത ആളാ. പക്ഷെ നമ്മളെ പേരിലും ഇഷ്ടല്ലേനി, ആർക്കും ഇഷ്ടല്ലേനി. കാരണം എടുത്താണ്. പിന്നെ ഞങ്ങക്ക് പൈസ ഒന്നും ഇല്ല ഇനി അന്ന്. ഓളേന് തറവാട്ടത്തെ മൂത്ത കുട്ടി. ഞാൻ പ്രേമിച്ചാണെങ്കിൽ ഇന്റെ പെരക്കാർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാല് അങ്ങനത്തെ ഒരാളേനി, നിലത്തേക്ക് നോക്കി നടക്കുന്ന ആളേനി. മുണ്ടാപൂച്ച കലടക്കും എന്നൊക്കെ പറയില്ല, എന്നാ മാതിരി നിന്റെ അവസ്ഥ. ഇപ്പൊ അമ്മക്ക് ആദ്യം ഇഷ്ടല്ലേനി കല്യാണം കഴിക്കുന്നതിന് മുന്നേ. ഇപ്പൊ ഉമ്മയും ഓരോ കൂട്ടിയാണ്. ഞങ്ങള് തമ്മിലാണ് പുറത്താണ് അമ്മായിമട്ടോ. അതിനൊക്കെ ഉഷാറാ. അപ്പൊ ഇത് പറയും. അപ്പൊ അന്ന് അങ്ങനെ ആ ഫോണ് പിടിച്ചിട്ട് ആ ഫോണ് പിന്നെ കിട്ടിയിട്ടില്ല.
പിന്നെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് പിന്നെയാണ് പിന്നെ പ്രശ്നം ഗുരുതരായി വന്നത്. കാരണം എന്നോട് പെരയില് മറക്കോ ചോദിച്ചിട്ടുണ്ട്, ഓനെ ഒഴിവാക്കി ഓനെ വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എങ്ങനെ ഒഴിവാക്കൂല, എനിക്ക് അതന്നെ മതിയാണ്. അതേപോലെ കുഞ്ഞാനും വിളിച്ചപ്പോ കുഞ്ഞാൻ പറയുന്നോട് ഒഴിവാക്കാനാണ് എന്നെ സ്നേഹിച്ചത്, എന്തിനാ അത്രയും കാലം വിളിച്ച് ഞാൻ എന്റെ പിന്നാലെ നടന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളായിട്ട് ചതിച്ചണോ വേണ്ട അങ്ങനത്തെ ഒരു മൈൻഡ് ഇനി നമുക്ക് കേട്ടോ. അത്യാവശ്യം നല്ല പഠിച്ച കുട്ടിയാണ്, പക്ഷെ അതും 10ാം ക്ലാസ് ആണ്, ജയിച്ചു ഏതായാലും തീരെ മാർക്കില്ലോക്ക് ഇമ്മയൊക്കെ ചീത്തപ്പെട്ടോണ്ട് പരീക്ഷ ഒക്കെ എഴുതി. പരീക്ഷന്റെ ഒക്കെ മുന്നാണ് ഈ സംഭവം. ആകെ പ്രശ്നമായി, പെരിയിലൊന്നും കച്ചറമ്മ എന്നെ കൊറേ ഇടങ്ങാറാക്കി. കാരണം ഈ ഒരു കാരണത്താൽ കേട്ടോ. ഇമ്മ അങ്ങനെ ഇടങ്ങാറാക്കണ ആളൊന്നല്ല, നല്ല സ്നേഹമല്ല അമ്മേന്. എനിക്ക് തിന്നാൻ തരൂല, രാവിലെ ചായയും ചോറും കടിയൊന്നും തരൂല, വൈകുന്നേരം വരെ തരൂല. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ തോട്ടത്തിലൊരു പാറ ഉണ്ടായിനി, അവിടെ പോയിട്ടാ ഞങ്ങൾ വിളിച്ചില്ല ഫോണൊക്കെ, കൂട്ടുകാരത്തിയാളും ഉണ്ടാകും. അപ്പോ ആ പാറമ പോയി ഞാൻ താഴത്തെ കുട്ടീനോട് പറയടി ഞാൻ ഒന്ന് തിന്നിട്ട് വെച്ച് പയിച്ചിട്ട് നിക്കാൻ പറ്റും. എന്നിട്ടുള്ള കൈതച്ചക്കൊക്കെ കൊടുന്നു തരും കേട്ടോ. ഇതോ റീസല്ലല്ലോ പിറ്റേന്നും വേണ്ടേ. എന്നിട്ട് ഓളോട് പറയടി പയിച്ചിട്ട് ഓളെ എവിടുന്നാ കൊണ്ടുവരിക, ഓളോടെ കണക്കാക്കിയ ചോറും കൂട്ടാനേക്കാരം. അങ്ങനെ കൊറേ പട്ടിണി കിടന്നിക്കണ് ഞാന്. പിന്നെ ടെൻഷൻ അയക്കണ്, അങ്ങനെ കൊറേ സാധനത്തിനാണല്ലോ. ഈ സാധനത്തിന് വേണ്ടിട്ട് നമുക്ക് പ്രേമം എന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ സംഭവം, അന്തല്ലാത്ത കുട്ടികള് എല്ലാരും പറയും ഓളോട് ഉണ്ടോ ഓക്ക് പ്രേമുണ്ട്, ഞങ്ങള് തെറ്റിയറിഞ്ഞിക്കണ്. അങ്ങനെ കൊറേ എങ്ങനൊക്കെ വേണ്ട വെക്കാൻ പറ്റുമോ നോക്കുമ്പോ ഞമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇമ്മ അപ്പുറത്തുനിന്ന് കാര്യ ഓള് പറയും ചോന മതി, ഞാൻ ഓളെ മറക്കൂല. ഇപ്പാന്റെ അടുത്ത് അന്നൊന്നും ഞങ്ങളെപ്പാക്കൊരു പ്രശ്നമല്ല, ഇപ്പൊ ഗൾഫിലാണ്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പിന്നെ ഗൾഫിൽ പോയിനി. അപ്പൊ ഇപ്പൊ പറയും എന്റെ കയ്യിലിരിപ്പോണ്ടാണോ അങ്ങനെ ആയത്, നോക്കാത്തോണ്ടാണ്. പക്ഷെ അതൊന്നല്ല, ഉമ്മാരെ പ്രശ്നമല്ല, നമ്മളെ പ്രശ്നമാണ്. നമ്മള് കാട്ടിക്കൂട്ടണ എന്താന്നൊന്നും ഉമ്മാക്ക് അറിയില്ലല്ലോ. അങ്ങനെ കൊറേ പ്രശ്നങ്ങളായി, ഇതായി. കുഞ്ഞാന്റെ പെരയിലും കുഞ്ഞാന്റെ പെരീത്തെ അവസ്ഥ പറയും. ഉമ്മാക്കും ഉപ്പാക്കും പെരയിലും ഇതേമാതിരി പ്രശ്നം ഉണ്ട്. ആദ്യം പെങ്ങന്മാർക്ക് ആകെയുള്ളൊരു ആങ്ങളെയാണ്. അപ്പൊ ഓൾക്ക് കൊറേ ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഓൾക്ക് ഇത് പ്രശ്നം ഉണ്ടേനി ആദ്യം. അപ്പൊ ഓൾക്ക് ആദ്യമൊക്കെ നല്ല പ്രശ്നേനി. അങ്ങനെ ഞാന് പെരീക്ക് തറവാട്ടിക്ക് നമ്മള് ഞാനും ഷെഫീഖും വന്നു. കുഞ്ഞുട്ടിക്കാക്ക വിളിച്ചിട്ട് അടിച്ച ഓങ്ങാൻ വന്നു. അതിന്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചു. അനക്കൊന്ന് കിട്ടി, അനക്ക് കുഞ്ഞുട്ടിയാക്കിനെ അടിച്ചല്ലേ. പെരിയില് കച്ചറായിട്ട് ഓല് തമ്മിൽ മറക്കൂല എന്നുള്ള വാക്ക് കത്തി കാന്തിന് മൊയ്തീനേറ്റോല് താത്താനെ നല്ല അടിച്ചിട്ട് ഓളെ കൊല്ലാനാക്കിക്കണം. അപ്പൊ ഞാൻ പോയി മുണ്ടും പിന്നെ ഉമ്മാനെ കരയിപ്പിച്ച് കാണുമ്പോ നമുക്ക് ഓളോട് ദേഷ്യം തോന്നും. അങ്ങനെയൊക്കെ ശരിയാക്കിക്കണ്. ഉമ്മാന്റെ കജന്ന് അയിനില്ല അടിയല്ലാതെ ചെറുപ്പത്തിലോ വലിപ്പത്തിലോ വേറെ ഒരു അടിച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ഉമ്മാരെ അവസ്ഥ നമുക്ക് ആ നേരത്തെ നമുക്ക് അറിയില്ല. എപ്പോഴാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് എന്തിനും ഒരു വേദന എടുത്തീന് എന്താ ഇതൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോഴൊരു വാക്ക് പറയുള്ളൂ, ജീവിതം ഇതല്ല ജീവിതം എന്നൊക്കെ പറയും. പക്ഷെ നമ്മക്ക് അപ്പോഴെന്താ, നമ്മള് സ്നേഹിച്ച ആള് ഓല് ഇനി പോയാ ഇനി നമ്മക്ക് വേറെ ആളെ കിട്ടൂലേ ഇല്ലേ, നമ്മൾ അത്രയും സ്നേഹിച്ചതല്ലേ, അങ്ങനത്തെ ഒക്കെ ഇതല്ലേ നമ്മക്ക്. നമ്മളെ മൈൻഡിൽ അപ്പൊ എന്താ, ഞാൻ സ്നേഹിച്ച ആളെന്താ ഓൾക്ക് തെറ്റിച്ചെന്നാല് അതേ വരുള്ളൂ. ഓൾക്ക് പല സങ്കല്പങ്ങളും പല ഇതുണ്ട്, നമുക്ക് അറിയില്ലല്ലോ. അതേപോലെ കുഞ്ഞാന്റെ ഉമ്മയായാലും എങ്ങനെ സമ്മതിച്ചൂലേ ഇനി അല്ലേ, ഉമ്മക്ക് ഇഷ്ടമല്ലോ. അതെങ്ങനെ പറഞ്ഞിനി ഉമ്മ എങ്ങനെ സമ്മതിച്ചൂല. പിന്നെ ഇപ്പാക്ക് പിന്നെ അത്ര പ്രശ്നല്ലേ ഇനി. പിന്നെ ഇപ്പൊ പറഞ്ഞോലെ ഉമ്മ പറയിപ്പന്നോട്, ഇപ്പൊ പറഞ്ഞോലെ ഓന് ഇഷ്ടപ്പെട്ടല്ലേ നടത്തി കൊടുത്തളാന്ന്. അതല്ലേ പെരിയില് കാര്യങ്ങൾ കൈവിട്ട പോയപ്പോഴാണ് പിന്നെ കുഞ്ഞുട്ടി കാക്കാനെ കൊണ്ടുവന്നത്. അവിടെ പോയി കുഞ്ഞുട്ടി കാക്ക എന്നാ തറവാട്ടത്തെ വല്യമ്മാന്റെ ആങ്ങളെയാണ്. അതിപ്പോ ഇപ്പൊ ഗൾഫിലാണല്ലേ. ഇപ്പൊ ഗൾഫിൽ അപ്പ ഉണ്ടെങ്കിന്റെ മജ്ജത്ത് അപ്പൊ തന്നെ നിർത്തിയില്ലേ. പിന്നെ കൈകാര്യം ചെയ്യല്ലോ, ഒരു പെണ്ണെത്തോളം ഒരു പെണ്ണിനെ ഞാൻ നോക്കിയത് ഞാൻ ഭാഗ്യവാനല്ലേ. അല്ലേ പിന്നെ അളിയാക്ക പോലെ രണ്ടാളും ഈ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ നടക്കൂല, ഇവിടെ എങ്ങനെയാണ് അന്റെ പേര് എങ്ങനെയാണ്, അന്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല. താത്താനോട് കുഞ്ഞുട്ടിക്കാക്ക അളിയാക്കും താത്തി നിങ്ങൾക്ക് ഓർമ്മല്ലേ എടുത്തിക്കാണ്. അതില് കുഞ്ഞുട്ടിക്കാക്ക നിങ്ങളോട് ചോദിച്ചു ജോന മറക്കു. ഞാൻ മുഖം നോക്കിയപ്പോ അളിയാക്ക തലേറ്റ് ഇങ്ങനെ കേട്ടിട്ട് താത്ത ഞാൻ മറക്കൂല. അതില് താത്ത അതിന്റെ അടിയിൽ ഉമ്മ ബേക്കുന്ന മുടി പിടിച്ച് വലിച്ച ഓൾക്ക് ഇന്റെ തൊള്ളിന്ന് അങ്ങനെ ചാടി കിട്ടിയാ മതി. അതിലൊക്കെ പോകും.
എന്താ പറയാ മറക്കോ അളിയാക്കാനോട് പറഞ്ഞു ജിന്ന ആ മറക്കോ എന്നോട് ചോദിച്ചു ഇന്നെ മറക്കോ ചോദിച്ചു അതിൽ ഉമ്മ തലേന്നൊക്കെ ചോദിപ്പിച്ചിക്കണ് അപ്പൊ ഞാൻ എന്തോ പറഞ്ഞിക്കണ്. പിന്നെ അളിയാക്കാനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ ഓള് തൊള്ളേറ്റ് പറയട്ടെ പറയട്ടെ. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ എന്നോട് പറയട്ടെ. കുഞ്ഞമ്മ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറയട്ടെ. പക്ഷെ രണ്ടാളും കണ്ട രണ്ടാളും അമ്മത്ത് പറയില്ല വേണ്ടാന്ന്. മുഖത്തേക്ക് മുഖം നോക്കിയാല് മറക്കൂലെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ നല്ല അടി കിട്ടി. ലാസ്റ്റ് ഏതായാലും പിന്നെ കുടുംബക്കാരെങ്ങനെ കൊറേ ക്ലാസ് എടുത്തു കൊടുത്തു, കൊറേ മോട്ടിവേഷൻ കൊടുത്തു. പെരക്കാര് കുടുംബക്കാര് മാറി ക്ലാസ് എടുത്തു. അരീക്കോട്ട് അമ്മായിനോടെ കൊണ്ടുപോയി ആക്കിയോളെ മൈൻഡ് മാറാൻ വേണ്ടി. അവിടെയൊക്കെ അമ്മായിന്റെ അടുത്തൊക്കെ കൊണ്ടാക്കിന് കൊറേ കാലം കേട്ടോ. 10ാം ക്ലാസ് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്നാണ് ഞാന് ഇത് റിസൾട്ട് അറിയാൻ വേണ്ടിട്ടൊക്കെ ഞാൻ വന്നിന് കാണാൻ. അതിന് വന്നിട്ടില്ല, പ്രശ്നമായിട്ട് വന്നിട്ടില്ല. അപ്പൊ എങ്ങനെയും മറന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ അവിടുന്ന് ഞാൻ കോൾ ചെയ്യുന്നുണ്ട്, അവിടുന്ന് നമ്പർ മാറ്റി. പിന്നെ അവിടുന്ന് അമ്മായി പിടിച്ചു. പിന്നെ എങ്ങനെ നോക്കിയാലും ഈ ഡയൽ കോളിൽ കാണാ 10-20 നമ്പർ, എത്ര ഒരു നമ്പറേ അക്കം വരുള്ളൂ. അമ്മായിക്ക് നല്ല ബുദ്ധിയാണ്. പക്ഷെ എന്നാലും ഒരു നമ്പർ കുറയും. അത് അമ്മായി നോട്ട് ചെയ്ത് വെച്ചിക്കണ്. എത്ര നമ്പർ ഇല്ലെങ്കിൽ ഒരു നമ്പർ കുറയുന്നുണ്ട്. അപ്പൊ അമ്മായിക്ക് മനസ്സിലായിക്കണ് എന്തോ ഒരു പരിപാടി ഫോണിലുണ്ട് എന്ന്. അങ്ങനെ ഉമ്മാനോട് പറഞ്ഞാണ്ടൊക്കെ ഓലങ്ങനെ സെറ്റാക്കി. പിന്നെ ഫോൺ കിട്ടിയിട്ടില്ല. ഫർസാന എന്നുള്ള നമ്പറും അക്കത്തിൽ എഴുതി വെച്ചു, പേര് എഴുതി വെച്ചു. അന്നൊക്കെ എന്തൊക്കെ ഐഡിയ അതിലൊക്കെ വന്നീനി. ഇപ്പൊ ഒന്നിച്ചറിയില്ല. അത് നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോ അതിനനുസരിച്ച് എന്തെല്ലാം എവിടുന്നെല്ലാം എങ്ങനെയെല്ലാം പഠിച്ചു. ആ വജൊക്കെ നമ്മൾ നോക്കും. പിന്നെ അങ്ങനെ ഏതായാലും അടി ഇതൊക്കെ കിട്ടിയിട്ട് ഓർക്ക് മനസ്സിലായി ഇതെങ്ങനെയും പിന്മാറൂലാന്ന് അല്ലേ. അതിലെന്താ സമ്മതമില്ലാതെ ഓലെ നിശ്ചയം ഉറപ്പിച്ചാന്ന് മനസ്സോടെയാണ് രണ്ട് കുടുംബങ്ങളും നിശ്ചയം ഉറപ്പിച്ചത്. ഉറപ്പിച്ചാന്ന് പറഞ്ഞത് പിറ്റേന്ന് തന്നെ ഞാൻ സ്കൂളിൽ പോയപ്പോ ഇത് വന്നു. വണ്ടിമ കൊണ്ടുപോയി തേക്ക് മ്യൂസിയത്തിൽ കൂടെ ഒക്കെ കൊണ്ടുപോയി. പിന്നെ പെരീക്കുന്ന അപ്പോഴും ചടി ഇതിനോട് ഇങ്ങോട്ട് വാന്ന്. ഞാൻ വരൂല, അത് പോകൂല. 22 ആ ചെങ്ങായി വിളിച്ചിട്ട് ഇതിന്റെ പെണ്ണയക്കണ്. അത് 21 വയസ്സിലെ ചെങ്ങായി ഒരു പെണ്ണിനോട് പറയും നിങ്ങളിപ്പൊന്ന് ആലോചിച്ച് നോക്കി. അതില് താത്ത പോകൂലാന്ന്. പിന്നെ ലാസ്റ്റ് അളിയാക്ക തെറ്റിയില് കേറി പോന്നതാണ്. അങ്ങനെ കേറിപ്പോയത്. എന്നിട്ട് കിട്ടണൊക്കെ അല്ലേ ഞാൻ മനസ്സിലാക്കണ്ടേ. ഇപ്പൊ പേരും പാച്ചിട്ട് പായുണ്ടേ. എന്നിപ്പൊ എന്നെ കൂട്ടിയാ പോക്ക്. അതിൽ അന്നിപ്പൊ പേരും പാച്ചിട്ട് പായുണ്ട്. അതിൽ ഇപ്പൊ നിങ്ങളങ്ങടെ പെരിയിലെ സംഭവം ഉണ്ട്. പെരിയില നടക്കുകയാണ്. ഇപ്പാന്റെ കജ്ജെന്നൊക്കെ മന്ദം കജ്ജ്, ഇപ്പാന്റെ തയം പിടിച്ച കജ്ജാ പള്ളപ്പാക്ക് വെച്ച. അതായത് ആ കജ്ജോണ്ടൊക്കെ ഒന്ന് കിട്ടി. പിന്നെ റബ്ബർ കൊള്ളി കൊണ്ട് കിട്ടി. ഞാൻ നിൽപ്പാന്റെ കാലുമ്പോ പുടിച്ചിങ്ങാണ്ട് പനങ്ങ പുടിച്ചിക്ക പഠിച്ചല്ലപ്പ പറഞ്ഞിട്ട് അന്നാണ് എന്നെ വാതില് കുറ്റിട്ട് റൂമിലാക്കിയത്. ഓളെ പുടിച്ച് വാല് ഇതാക്കി. പിന്നെ കൊറേ അരച്ചിങ്ങാണ്ട് ചമ്മന്തിയൊക്കെ അവിടെ ഇട്ടിക്കാണ്. ഓള് എന്ത് കാട്ടി, ഓള് കേറിപ്പോയി. അതൊരു കൂട്ടാറ്റി കണ്ട് ഓള് ഒത്തി. അതില് സാറ് ഉമ്മാക്ക് വിളിച്ചു തന്ന താങ്കളുടെ മകൾ ഹിഡ്നെന്ന് കോളേജിൽ കയറിയിട്ടില്ല, ഏതോ ചെക്കന്റെ ബൈക്കും വെക്കാൻ. അതിൽ ഉമ്മാണ് ഞാനന്ന് കാരണം കൂട്ടുകാരത്തി കണ്ട് അല്ലേ, കൂട്ടുകാരത്തി അങ്ങനെ കണ്ട് അല്ലേ, ആരോ എന്തോ കണ്ട്. സാറിനോട് പറഞ്ഞു ഞാൻ പ്രൈവറ്റിലാ +1 +2 പഠിച്ചത്. നല്ല മാർക്ക് പഠിച്ച സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചു കേട്ടോ. ഞാനും നവോദയയിൽ തന്നെ. ഞങ്ങൾക്കടക്കം നല്ല മാർക്കിലുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ പഠിച്ചു. ആ ടൈമിലൊക്കെ. പിന്നെ ഞാൻ +1 ഈ പ്രശ്നം നേരിട്ടോണ്ട് നിക്കാണ്. അപ്പോഴും ഇതിനൊരു ഇതില്ല. അപ്പോഴും ഉറപ്പിച്ച് +1 എത്തിയിട്ട് ഉറപ്പിച്ചിട്ടില്ല സംഭവം. +1 കുറച്ചായിട്ടാണ് ഈ കച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് ഉറപ്പിച്ചൽ തുടങ്ങിയത്. ഉറപ്പിച്ചിട്ടും ഈ പ്രശ്നം ഇത്രയും കഴിഞ്ഞതല്ലേ. അപ്പോഴും നമുക്ക് ഇതിന്ന് നമുക്ക് വിളിച്ചുമ്പോൾ പേടിയാണ്, കോൾ ചെയ്യുമ്പോഴും പേടിയാണ് അല്ലേ. അങ്ങനെയൊക്കെ നമ്മളെ പെരിയിൽ അങ്ങനെ ആയ സംഭവല്ലേ. പിന്നെ ഓളൊരു വൈക്ക് ഒറ്റ കൂട്ടത്തില്ല, ബോഡി ഗാർഡായിട്ട് ഇന്നെ പറയും. ആ ചെങ്ങായിനെ അവിടെ കണ്ടാലും ഉമ്മാനോട് പോയി പറയണം. അന്നെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം, എന്നാലും വരും ഇത്. ഡയനന്റെ ഒക്കെ കല്യാണത്തിന് അവിടെ കല്യാണം ഇജ്ജ് കണ്ടിക്കണ്, ഇജ്ജ് പറഞ്ഞു അന്നോടാ പറയാ പറഞ്ഞു നോക്കിയത് പറഞ്ഞു. അന്ന് അന്തല്ലല്ലേടി, 5-ലൊക്കെ അല്ലേ. അന്നൊക്കെ നമ്മള് തിരിയുന്ന ടൈമല്ലേ. സ്നേഹം എന്താ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. കച്ചറക്ക് നടക്കുന്ന ടൈമല്ലേ. ഞാൻ എവിടെ പോകണ്ട അവിടെ എത്തും. അവിടെ എത്തും എന്തായാലും. ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി ഞങ്ങള് ഓല് അവിടുത്തെ അമ്മ പെങ്ങന്മാര് വല്യമ്മ എല്ലാരും കാണാൻ വന്നു. ചായയൊക്കെ കുടിച്ച് ഉറപ്പിച്ച മാതിരി ആയി അല്ലേ. എന്നിട്ട് പിന്നെ എന്താ നിക്കാഹ് കഴിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ +1 കഴിഞ്ഞീന്റെ ഇടക്ക്
നിക്കാഹ് കഴിഞ്ഞു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം. കല്യാണം പറഞ്ഞാൽ അടുത്തടുത്ത് തന്നെ, ഒരു 10 പേരെ കഴിഞ്ഞ ഓളെ പേര് അവിടെ എത്തി. അത്ര അടുത്താണ് നമ്മളെ പേര. അത്രയും പ്രശ്നങ്ങള്. പിന്നെ ഓലെ പേര അവിടുന്ന് സുൽത്താൻപടിന്ന് മാറി ചാത്തമ്മയുടെ ചീത്തല്, ഞങ്ങളെ ഒരേ റോഡ്. ഇപ്പൊ ഫസൽ ഫാമിലിന്റെ തറവാട്ടിക്ക് പോണ ഒരേ റോഡാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഓലെ പെരിക്കണ്ട് പോകാൻ. അപ്പൊ കൊറേ പ്രശ്നങ്ങള്. പിന്നെ ആദ്യം നമ്മൾ സുൽത്താൻപടി തന്നെ, അവിടുന്ന് വിറ്റാണ്ടാണ് പിന്നെ അങ്ങോട്ട് വന്നത് കേട്ടോ, ചാത്തമുണ്ടക്ക് വന്ന്. അത് കഴിഞ്ഞ അതെല്ലാം ആലോചിച്ചിട്ടുണ്ട്. ഈ പോണടത്ത് കൂടെ എത്ര എണ്ണ വേണ്ടി വരും, എത്ര പൈസ ചെലവുണ്ട്. എവിടെയായാലും അവിടെ എത്തിക്കോളും. നല്ല ഉത്തരവാദിത്തം. അത് നല്ല ഉത്തരവാദിത്തേനി. ഏതായാലും ഞാൻ കൊറേ അടങ്ങാറായിക്കണ്. നിങ്ങള് പിന്നെ ആണായോണ്ട് ഒന്നാമത് പോളപ്പ ഗൾഫിലാണ്, പിന്നെ ഓളെ ആപ്പാപ്പ പിന്നെ ഇപ്പൊ ആപ്പാപ്പിയും ഗൾഫ്. നമ്മളെ പെരയില് ചോദിച്ചാനും പറയാൻ ആണുങ്ങളില്ലേ ഇനി, ഉണ്ടെങ്കിൽ നല്ലോണം കിട്ടീനി കേട്ടോ. ഷെബീക്ക് ചെറുതല്ലേ, പിന്നെ ഓലും ചെറുതാണ്. അപ്പൊ ഇതിപ്പോ അങ്ങനെ ആയി. പിന്നെ ഈ പ്രശ്നം എങ്ങനെ ആയാലും ഇമ്മ അതിന്റെ ഇടക്കിടക്ക് ഇന്നോട് എനിക്ക് മറക്കാൻ പറ്റുമോ ഞാനൊന്നാന്ന് പറഞ്ഞ അപ്പൊ ഒന്ന് ഉമ്മാനോട് പറയാൻ നിക്കേക്കാരം ഉമ്മ ഫോൺ വിളിച്ചിങ്ങാണ്ട് എന്നാ പറയാറിഞ്ഞാണ്ട് ഇന്റെ അടുത്ത് കൊണ്ടുവന്നരും. പറയാണ്ടോലെ അറിഞ്ഞ് ഫോൺ അടിച്ച് കുഞ്ഞാൻ അടിച്ചിന്റെ കൈ തരും. അപ്പൊ ഞാന് അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ കൊടുക്കും. അപ്പൊ ഞാന് ഇഷ്ടല്ല എന്ത് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല ഇഷ്ടല്ല അറിഞ്ഞാന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉമ്മനെ പറയിപ്പിച്ചല്ലേ ചോദിച്ചു. അല്ല അറിയും. അപ്പൊ ഞാനത് കട്ടാക്കി. അപ്പൊ ഉമ്മാക്ക് കുറച്ച് സമാധാനം ഉണ്ടേനി. പക്ഷെ അത് കഴിഞ്ഞേക്കിന് പിന്നെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഫോൺ എടുത്ത് കണ്ട ഉമ്മ എന്നെ കൊണ്ട് പറയിച്ചാണ് കേട്ടോ, അങ്ങനെ കേട്ടോ. നമുക്ക് ഇടങ്ങേറാണ് ആ ടൈമില്. ഇമ്മ കൊറേ റിസ്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും ഒരു കച്ചറ കൂടിയാലും രാവിലെ എന്തായിട്ടും സ്കൂൾക്ക് എന്തായാലും ഓള് പോവുമല്ലോ, ഓളെന്തായാലും സ്കൂൾക്ക് പോകും. പോത്തല്ല സ്കൂൾക്ക് കൊറേ പോകാതെ രാവിലെ നേരെ ചാത്തമുണ്ടക്ക് വരും. എന്നിട്ട് അവിടെ പോയി നിൽക്കും. അപ്പോൾ ഓളെ കാണും. ചിലപ്പോ ആ ബസ്സിൽ തന്നെ കയറും. ചിലപ്പോ അന്ന് ഇവിടെ ഇനി പണി ജംസിന്റെ കടയിലേന്. അപ്പൊ ഓളെ ബസ്സിനൊക്കെ കയറും, നെട്ടിക്കൊളുത്ത് ഇറങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂള് മിറ്റം വരെ പോയിക്കണ്. പിന്നാലെ അങ്ങനെ വരും. ചെറും പുള്ളില്ലാതെ അങ്ങനെ വരും. അടി ഞാൻ കൊള്ളിയെന്നെ. എന്നിട്ട് ഏതായാലും പ്ലസ് വണ്ണ് പകുതിയൊക്കെ ആയപ്പോ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് നല്ല ഉഷാറായി കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ക്യാമറമാനൊക്കെ ഏൽപ്പിച്ച് വീഡിയോ ഒക്കെ ഉണ്ടേനി. നിക്കാഹ് നല്ല അടിപൊളിയായി നടന്നീനി. അത്യാവശ്യം പരിപാടി എല്ലാരും വിളിച്ചിങ്ങാണ്ട് പരിപാടിയൊക്കെ ഒരുക്കിയാണ്ട് നല്ല രീതിയിൽ തന്നെ നടന്നീനി കേട്ടോ. അതിനോലൊന്നും വരുത്തിയിട്ടില്ല. 22ാമത്തെ വയസ്സില് മോട്ടന്റെ പാന്റിന്റെ കാര്യം പറഞ്ഞാ തിരിയാ ഇങ്ങോട്ട് ലൂസാണ് എപ്പോഴും. ആൽബത്തിന്റെ CD ഉണ്ടേനി. ഇപ്പൊ ഞങ്ങളെ കയ്യിലില്ല. അമ്മായിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ പാസ്സായി ഇങ്ങനെ പോയിനി. മരം ചുറ്റി ഇറക്കണ വീഡിയോ അങ്ങനെ. ചെറിയ പ്രായമാണ് അന്നൊക്കെ. അതല്ല അങ്ങനെ കഴിഞ്ഞു. ഇപ്പൊ നിക്കായിന് പിന്നെ എത്തി. ഇപ്പാക്ക് നിക്കായിന് എത്തി. പിന്നെ ഇപ്പാക്ക് ഭയങ്കര ഇഷ്ടേനി. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഒരു ഫോണൊക്കെ വാങ്ങി തന്നെ. 10,000 ഉറുപ്പ്യന്റെ ടച്ച് ഫോൺ. അന്ന് ടച്ച് ഒന്ന് ഇറങ്ങുന്ന ടൈമേനി. കുഞ്ഞാൻ അങ്ങനെ ഒരു ടച്ച് ഫോൺ ആദ്യമായിട്ട് കിട്ടുന്ന കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 കൊല്ലത്തിന്റെ അടുത്തായി കല്യാണം. അതുവരെ ഞാൻ ക്ലാസിക്കൽ കോളേജ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചാൻ പോയിനി. കുറച്ചു കാലം പോയപ്പോ ഫുൾ ഇംഗ്ലീഷാണ്. അതിന്റെ ഇടയിൽ നമ്മളീ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, പഠിത്തൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണില്ല. ഫുള്ള് ഇംഗ്ലീഷാണ് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് നിർത്തിപ്പോന്നു. അത് കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം കഴിയണത്. കല്യാണത്തിന് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് പറഞ്ഞാലും അതും അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞിക്കണ്. അത്യാവശ്യം പണ്ടതൊക്കെ തന്നെ നല്ല രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഓല കടമ പോലെ കഴിച്ചു. അപ്പത്തെ ആ ഏറിയും കാര്യം ഉണ്ട് വെച്ചാലും ഇപ്പൊ ഓൾക്ക് പിന്നെ എല്ലാരും അതില് പൊരുത്തപ്പെട്ടിക്കണ്. ഇപ്പൊ 2 പെരക്കാരും ഇപ്പൊ നല്ല ഹാപ്പിയാണ് അല്ലേ. ഇപ്പൊ ഞങ്ങളെ അമ്മാക്കായാലും കുഞ്ഞാനി അവിടുന്നായാലും ഇങ്ങോട്ടും കിട്ടിയോണ്ടില്ല ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ കുഞ്ഞാടിയാ വണ്ടി തരാനും അങ്ങോട്ട് ഇങ്ങോട്ട് വേറൊരാളാണെങ്കിൽ നമ്മളെ പെരീത്തെ കാര്യം എന്തായാലും നമുക്ക് വിളിച്ച് പറഞ്ഞാൽ എല്ലാം കൊണ്ടുവന്നരാനും ഇരിക്കാനും പോകാനും. ഈ 2 മരക്കളായാലും കേട്ടോ, ചെറിയപ്പായാലും കുഞ്ഞാനായാലും ഒക്കെ ഉഷാറാണ്. അപ്പൊ അതിനിപ്പോ നമ്മള് അൽഹംദുലില്ലാഹ് എന്ന് പറയണ്. ഇപ്പൊ ഞങ്ങക്ക് 2 കുട്ടികളായി.
മൂന്നാമത്തെ മൂന്നാമത്തെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ്. അപ്പൊ ഇപ്പൊ 11 കൊല്ലായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 11 കൊല്ലായി. 2014 14 ഇനി കല്യാണം. അപ്പൊ അങ്ങനൊക്കെ കിട്ടിയതാണ് ഞങ്ങള് രണ്ടാളും കെട്ടിയതാണ്. അങ്ങനെ കിട്ടിയതാണ് ഈ മുത്തിനെ ടച്ച്. റബ്ബേ അതിന്റെ ഇടയിൽ കല്യാണക്കാരൊക്കെ വന്നീനിട്ടോ. അത് ഫുള്ള് അങ്ങാടിന്ന് മുടക്കല്ലേ, അത് പറയാൻ മറന്നിക്കണ്. ഇല്ലേ നിങ്ങളെത്ര കല്യാണം മുടക്കിക്കണ്? ഞാൻ ഒരു 2 മുടക്കിണ്ടോ. 2 ഞങ്ങളെ കൈ പെട്ടിട്ടുള്ളൂ. പിന്നെന്താ പിന്നെ വരുന്നത് ഇമ്മാക്ക്. പിന്നെ കല്യാണം വന്നാലും ഇതിങ്ങനെ അല്ലോണ്ട് ഓലോട് അത്ര ഉറപ്പ് പറയാനും പറ്റൂലല്ലോ. എന്നോട് ചോദിച്ചു അത് നടത്തില്ല നമുക്ക്. ഒരാള് നിർബന്ധിച്ച് കാട്ടി കൊടുത്തിരുന്നു. ഒരാള് വന്നിക്കണ്. അതിന് ഞങ്ങൾ മുടക്കിയത് അവിടെ കാക്കൂർന്ന് അതിനെ മുടക്കിക്കണല്ലോ. കുഞ്ഞിമാനെ 2 മുടക്കിക്കണ്. അതിന്റെ അടിയിൽ പിന്നെ കൊറേ കല്യാണം വന്നീനി. ആ ടൈം എന്നൊക്കെ പറഞ്ഞ കല്യാണ പ്രായം ആയോണ്ടിരിക്കണ ടൈമല്ലേ. അപ്പൊ കൊറേ എനിക്ക് സമ്മതല്ല, അച്ഛ പറ്റൂല, അച്ഛ ഇഷ്ടപ്പെട്ടില്ല, ഞാനും കൊറേ ഒഴിവാക്കി. അതിന്റെ അടിയിൽ കൂടെ പിന്നെ എങ്ങനെയാണ് കെട്ടിച്ചു വിടുക? ഒരാളെ നോക്കിയോണ്ടിരിക്കുമ്പോ അവിടെ നിക്കോ പോയിങ്ങാണ്ട് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇടങ്ങാറായിട്ട് അങ്ങനെ വന്നീല് കൊറേ കൊടുക്കാൻ കൊറേ ആൾക്കാരുണ്ടാവും. എന്റെ കുട്ടിക്ക് കാരണം പ്രേമിച്ച് അങ്ങനെ അറിയുമ്പോ നമ്മള് ഉമ്മാരെ സങ്കടം കൊണ്ട് അത് പറയാണ്. അതന്നെ പനിക്കൊരു കുട്ടിയായ പനിക്കൊരു നമ്മളെ അമ്മക്കിപ്പോ ആ ഇടങ്ങേറ് മനസ്സിലാവും. ഉമ്മാന്റെ അവസ്ഥ എന്താണ്, ഉമ്മാന്റെ കടമാൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിപ്പോ അറിയാം. നമ്മള് ചെറുക്കനാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോശമാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എന്താ, ഇന്നിപ്പോ ഫുള്ള് ഇൻസ്റ്റാഗ്രാം കാണും വേണ്ടിരിക്കും, വേണ്ട വീഡിയോ കോൾ, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കാര്യങ്ങൾ. അന്ന് അങ്ങനെ ഒന്നല്ല. അന്ന് നേരിട്ട് കാണുക, സ്വിച്ച് ഫോണാണ്, മെസ്സേജ്. 90% പ്രൈവറ്റ് ആയിട്ട് 10% ശരിക്കുള്ള പ്രേമായി. അന്ന് പറഞ്ഞാലേ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ആണ്. സെക്കൻഡുകൾ പ്രേമുള്ളൂ, സെക്കൻഡ് മിനിറ്റിന് എടുക്കാത്ത പ്രായമാണ്. അതല്ല അന്നത്തെ കാലത്ത് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഞങ്ങളമ്മക്ക് അത് വായിച്ചാനും അറിയും. അങ്ങനെ ഫുള്ള് വായിച്ചു കുത്തിരുന്ന് വായിച്ചാണ്ടൊക്കെയല്ലോ പിടിച്ചത്. ഞാനൊക്കെ ചക്കര മുത്തേന്നൊക്കെ പറഞ്ഞാണ്ടേ എഴുതുക. അതൊക്കെ സ്വിച്ച് ഫോണല്ലേ, സ്വിച്ച് ഫോണിൽ ഇങ്ങനെ എഴുതല്ലേ. പൈസ കയറ്റണം. പൈസ നമ്മൾ മറ്റേ കറണ്ടിന്റെ കാർഡാണ് ടോപ്പപ്പ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും അതിൽ പറയാണ്ടോന്ന് ഇപ്പൊ കിട്ടണില്ല. ഇത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടിയിരിക്കാം നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അൽഹംദുലില്ലാ അപ്പൊ കുഴപ്പമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും കമന്റിൽ ചോദിച്ച മാതിരി ഞങ്ങള് ലവ് സ്റ്റോറി ഇട്ടിരിക്കണ്. അപ്പൊ എല്ലാരും ഞങ്ങൾ വീഡിയോ ഇനിയും കാണണം, എല്ലാരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.